എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാക്സിനേഷനെ കുറിച്ചാണ്. അപ്പോൾ വാക്സിനേഷൻ്റെ ഏറ്റവും ഫസ്റ്റ് വീഡിയോ ആണ്, അതിൻ്റെ ഏറ്റവും ബേസിക് ആണെന്ന് പറയുന്നത്. അതായത് ഒരു വാക്സിൻ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്കും ആ സമൂഹത്തിനും ഉപകാരപ്പെടുന്നത്, അതോടൊപ്പം എന്തുകൊണ്ടാണ് ചില വാക്സിൻസ് ഗവൺമെൻറ് കിട്ടുന്നുണ്ട്, ചില വാക്സിൻസ് പ്രൈവറ്റിൽ മാത്രമേ കിട്ടുള്ളൂ, ഗവൺമെൻറ് എല്ലാ വാക്സിൻസും എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത വരുന്ന വീഡിയോസിൽ ഏതൊക്കെയാണ് ഗവൺമെന്റ് കിട്ടാത്ത വാക്സിൻസ്, ഏതൊക്കെയാണ് ഗവൺമെന്റിൽ കിട്ടുന്ന വാക്സിൻസ്, അതിൽ ഏതൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ടതൊക്കെ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ന് എന്തായാലും ആ ബേസിക്സ് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പം ഒരു വ്യക്തിക്ക്, നിങ്ങൾ ഒരാൾക്ക് വാക്സിൻ നൽകി കഴിഞ്ഞാൽ അത് രണ്ട് തരത്തിൽ ഉപകാരപ്പെടും. ഒന്ന് ആ ഒരു വ്യക്തിക്കും, മറ്റൊന്ന് സമൂഹത്തിനും. മനസ്സിലായോ? അപ്പം ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുക? ഇപ്പൊ ഈ വ്യക്തിക്കെതിരെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ആ വൈറസ് മൂലമുള്ള രോഗം വരത്തില്ല. അതാണല്ലോ ഒരു പേഴ്സണൽ ലെവലിലുള്ള പ്രൊട്ടക്ഷൻ. ഇനി അത് പേഴ്സണൽ ലെവലിലുള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല, വാക്സിൻ കൊണ്ട് കിട്ടുന്ന ഗുണം സമൂഹത്തിനും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ്? ഞാൻ എക്സാമ്പിൾ സഹിതം പറയാം. ഇപ്പൊ നമുക്ക് 3 സമൂഹത്തെ എടുക്കാം. നമ്മുടെ മുമ്പിൽ നമ്മുടെ അടുത്ത് 3 ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരും വാക്സിനേറ്റ് ചെയ്തിട്ടില്ല. ഈ ബ്ലൂ ആയിട്ടുള്ള ആൾക്കാരാണ് വാക്സിനേറ്റ് ചെയ്യാത്ത ആളുകൾ. രണ്ടാമത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രം വാക്സിൻ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് ആളുകൾ. മൂന്നാമത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ മിക്ക ആളുകളും വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്, വാക്സിനേറ്റ് ചെയ്യാത്ത ഒരു 3-4 പേരുണ്ട്. ഇനി ഈ 3 സമൂഹത്തിലും ഏതെങ്കിലും 2 ആളുകൾക്ക് അസുഖം വന്നാൽ എന്താവും അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഈ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു ഗ്രൂപ്പിൽ ആരും കുത്തിവെപ്പ് എടുത്തിട്ടില്ല. അവിടെ 2 പേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും? ആ ഗ്രൂപ്പിലെ മിക്ക ആളുകൾക്കും അസുഖം പിടിക്കും. എല്ലാവർക്കും അസുഖം പിടിച്ചു അല്ലേ? ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ കുറച്ച് ആളുകൾക്ക് മാത്രം വാക്സിൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ 2 പേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അവിടെയും ഇതുപോലെ തന്നെ മിക്ക ആളുകൾക്കും അസുഖം പിടിക്കും, വളരെ കുറച്ച് ആളുകൾ മാത്രം ഇന്ന് രക്ഷപ്പെടും, ആ വാക്സിൻ എടുത്ത ആളുകൾ. അതോടൊപ്പം ചില ആളുകൾ മാത്രം ഇത് രക്ഷപ്പെടും. എന്നാൽ ഒരു സമൂഹത്തിലെ മിക്ക കുഞ്ഞുങ്ങളും വാക്സിനേറ്റ് ചെയ്താലുള്ള അവസ്ഥ എന്താ? അവിടെ 2 പേർക്ക് അസുഖം വന്നാൽ നോക്കൂ, ആ അസുഖം വന്ന 2 പേരുണ്ടാവും, പിന്നെ വേറെ 1-2 പേർക്ക് മാത്രമേ എക്സ്ട്രാ അസുഖം വരുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു സമൂഹത്തിലെ മിക്ക ആളുകളും വാക്സിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ അസുഖമുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നും ഈ രോഗാണുക്കൾ പരക്കാൻ ആ സമൂഹത്തിൽ ഒരു സൗകര്യം ഉണ്ടാവില്ല. കാരണം എന്താ? മിക്ക ആളുകളിലും ഈ അസുഖത്തിന് അതിനുള്ള പ്രതിരോധം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ ആ ഒരു അണുബാധ അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യൂല. അപ്പൊ അവിടെ നിങ്ങൾ നോക്കൂ, ഈ കൂട്ടത്തില് വാക്സിൻ എടുക്കാത്ത കുറെ കുട്ടികളുണ്ട്. അവർക്കും ഇവിടെ അസുഖം വരാതെ അവർ രക്ഷപ്പെട്ടു. അതെന്തുകൊണ്ടാ? അത് സമൂഹത്തിലെ ബാക്കിയുള്ളവർ വാക്സിൻ എടുത്തത് കൊണ്ട് ആ രോഗാണു വല്ലാതെ സ്പ്രെഡ് ആവില്ല, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സമൂഹത്തില് 100 ആളുണ്ട്, അതിൽ 90 പേരും കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ കുത്തിവെപ്പ് എടുക്കാത്ത 10 പേരും ഒരു അസുഖം വന്നാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ അണുബാധ വന്നാൽ രക്ഷപ്പെടും. എന്തുകൊണ്ടാ? കാരണം ഈ ഗ്രൂപ്പിലെ മിക്ക ആളുകളും വാക്സിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിനകത്ത് ഈ രോഗം പടരുന്നത് കുറയും. അതുകൊണ്ട് വാക്സിൻ എടുക്കാത്ത ആളുകൾ പോലും രക്ഷപ്പെടും. അങ്ങനെ ഉള്ള ഒരു ഇമ്മ്യൂണിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. മനസ്സിലായല്ലോ? അപ്പൊ പലരും ചോദിക്കാറുണ്ട്, എന്റെ കുട്ടി ഇതുവരെ ഒരു വാക്സിൻ എടുത്തിട്ടില്ല, എന്നിട്ട് എന്റെ കുട്ടിക്ക് ഒരു അസുഖം വന്നിട്ടില്ല, എന്തുകൊണ്ടാ? കാരണം സമൂഹത്തിൽ നിങ്ങൾ പറയുന്ന അസുഖത്തിന് എതിരെ വാക്സിൻ എടുത്ത കുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ടാണ് നിങ്ങളെ കുട്ടി രക്ഷപ്പെട്ടതും ഈ സമൂഹത്തിൽ ആ രോഗം ഇല്ലാത്തതും. ഇനി ഇതിന് നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗവൺമെന്റ് മംസ് എന്നുള്ള മുണ്ടിനീരിനെതിരെയുള്ള വാക്സിൻ ഒഴിവാക്കി. അത് ഒഴിവാക്കി ഏകദേശം 2012-2014 കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ഒഴിവാക്കി. ഇപ്പം വർഷം കുറച്ചൊരു 10 വർഷം ഇങ്ങോട്ട് മാറി. അന്ന് കുഞ്ഞുങ്ങളായിരുന്ന ആളുകളൊക്കെ അന്ന് ബേബീസ് ആയിരുന്ന കുട്ടികളൊക്കെ ഇന്ന് വലുതായി സ്കൂളിൽ പോയി തുടങ്ങി. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്ത് കൂടി? മംസ് അഥവാ മുണ്ടിനീരിനെതിരെ കുത്തിവെപ്പ് എടുക്കാത്ത കുട്ടികളുടെ എണ്ണം സമൂഹത്തിൽ കൂടി.
അപ്പൊ ഏതുപോലെയായി ഇതുപോലെയായി ആ ഒരു സമൂഹം. അങ്ങനെയുള്ള ഒരു സമൂഹത്തില് 2 കുട്ടികൾക്ക് മുണ്ടിനീര് വന്ന മിക്ക കുട്ടികൾക്കും പിടിക്കും. അതാണ് ഇപ്പം ഈ 2024-25 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ മനസ്സിലായില്ല. എന്തുകൊണ്ടാ? ഒരു 10 വർഷം മുമ്പ് 10 വർഷം മുമ്പ് നമ്മുടെ സമൂഹം എങ്ങനെയായിരുന്നു? ഇതുപോലെ ആയിരുന്നു. മിക്ക കുട്ടികൾക്കും മുണ്ടിനീരിനെതിരെയുള്ള കുത്തിവയ്പ്പ് ഗവൺമെന്റ് ഫ്രീ ആയി നൽകിയായിരുന്നു. പക്ഷേ 12-14 ആ ഒരു സമയത്ത്, വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്തായാലും ആ 14 കാലഘട്ടത്തില് ഗവൺമെന്റ് പെട്ടെന്ന് ആ വാക്സിൻ ഗവൺമെന്റ് ഷെഡ്യൂളിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം ജനിച്ച കുട്ടികളൊക്കെ ഇതുപോലെയായി. അതായത് ആർക്കും മുണ്ടിനീരിനെതിരെയുള്ള പ്രതിരോധ ശേഷി ഇല്ല, കുത്തിവയ്പ്പ് എടുത്തിട്ടില്ല. അങ്ങനെയുള്ള സമൂഹത്തില് 2 പേർക്ക് മുണ്ടിനീര് വന്ന ഇതായിരിക്കും അവസ്ഥ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ വാക്സിൻ എന്ന് പറയുന്നത് കുട്ടിക്ക് മാത്രമല്ല, സമൂഹത്തെയും എങ്ങനെ പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ള മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം, എന്തുകൊണ്ട് ഗവൺമെന്റ് എല്ലാ വാക്സിനും നൽകുന്നില്ല? അതിനുള്ള ഉത്തരം, നമ്മളെ ഗവൺമെന്റ് ഒരു പോളിസി മേക്ക് ചെയ്യാണ്. ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, നാളെ തൊട്ട് ഇന്ന രോഗത്തിനെതിരെയുള്ള വാക്സിൻ നമ്മൾ കൊടുക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആദ്യം മുഖവരക്കെടുക്കുന്ന കാര്യം എന്താ? അതിന് വേണ്ട ചെലവും അത് നൽകി കഴിഞ്ഞാൽ സമൂഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റും അത് രണ്ടും താരതമ്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. അത് ഇതുപോലെ ഈക്വൽ ആയിരിക്കണം ഏറെക്കുറെ. മനസ്സിലായല്ലോ. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ചിക്കൻ പോക്സിന്റെ വാക്സിൻ. ഈ ചിക്കൻ പോക്സ് ഒരു കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്കും ആ കുട്ടിയുടെ പാരന്റ്സിനും അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിക്കൻ പോക്സ് ആ കുട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കൂല. മാത്രമല്ല അത് ആ കുട്ടിയുടെ ഏറ്റവും അടുത്തുള്ള ആളുകളിൽ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. അതൊരു പാൻഡമിക് ഒന്നും ആവാൻ സാധ്യതയില്ല. അപ്പൊ ഗവൺമെന്റിനെ വെച്ച് നോക്കുമ്പോൾ ചിക്കൻ പോക്സിന് വാക്സിൻ കൊടുക്കുക എന്നുള്ളത് അത്ര അത്യാവശ്യമല്ല. കാരണം അതിനു വേണ്ടി ചെലവ് നല്ലതാണ്. ഒരു ചിക്കൻ പോക്സിന്റെ വാക്സിൻ നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഇത്രയും കുട്ടികൾക്ക് ചിക്കൻ പോക്സിന്റെ വാക്സിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയൊരു ബാധ്യതയാണ്. പക്ഷെ അതിനുള്ള ബെനിഫിറ്റ് ഗവൺമെന്റിന്റെ കണ്ണു നോക്കുമ്പോണ്ടോ? ഇല്ല. കാരണം അത് സമൂഹത്തിന് അത്ര വലിയ ത്രെട്ട് ആവുന്ന അസുഖമല്ല, സമൂഹത്തിൽ എല്ലാവരും ബാധിക്കുന്ന ഒരു അസുഖമല്ല. അതുപോലെ തന്നെ അത് കുട്ടികളിൽ അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, സാധ്യത കുറവാണ്. അപ്പൊ ഗവൺമെന്റ് നോക്കുക എങ്ങനെയാണ്, ഒരു വാക്സിനെതിരെ കുത്തിവയ്പ്പ് ഗവൺമെന്റ് ഫ്രീ ആയി നൽകണമെന്നുണ്ടെങ്കിൽ ആ വാക്സിൻ നൽകി കഴിഞ്ഞാൽ സമൂഹത്തിന് അത്രയും ബെനിഫിറ്റ് ഉണ്ടാവണം. എങ്ങനെയാ? സമൂഹത്തിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന അസുഖമായിരിക്കണം ഒന്നുകിൽ. 2, ആ അസുഖം കുട്ടിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിയിൽ ഭയങ്കര വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് പോളിയോ ഒരു കുട്ടിയിൽ ബാധിച്ച ആ കുട്ടിയുടെ ലൈഫ് ഹാൻഡിക്യാപ്പ് ആയി പോവാ. അപ്പൊ അത് കുട്ടിയിൽ ഭയങ്കര വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വാക്സിൻ നൽകുള്ളൂ. കാരണം ഗവൺമെന്റ് എപ്പോഴും എന്താ നോക്കുക, അതിന്റെ കോസ്റ്റും അതിന്റെ ബെനിഫിറ്റും മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ പാരന്റ്സ് എന്താ നോക്കേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഒരു കുഞ്ഞിന്റെ ലെവലിൽ നിന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങളെ കുട്ടിക്ക് ഒരു ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി അത് സഹിക്കണം. ആ കുട്ടിക്ക് പനി വരും. ആ കുട്ടിയുടെ കൂടെ ജീവിക്കുന്നവർക്കൊക്കെ ചിക്കൻ പോക്സ് വന്നേക്കാം. അപ്പൊ നിങ്ങളെപ്പോഴും നിങ്ങളെ കുട്ടിയുടെ കാര്യം നോക്കുന്നതുകൊണ്ട് നമ്മള് കുഞ്ഞുങ്ങളുടെ ആസ്പെക്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഏതെല്ലാം അസുഖത്തിനെതിരെ വാക്സിൻസ് ഉണ്ടോ അതെല്ലാം കൊടുക്കണമെന്നാണ് ആസ് എ ഡോക്ടർ, പ്രത്യേകിച്ച് ഒരു പീഡിയാട്രിഷ്യൻ എന്നുള്ള നിലക്ക് എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും പ്രൈവറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഗവൺമെന്റ് നൽകാത്ത എല്ലാ വാക്സിനും കൊടുക്കണോ എന്ന് ചോദിച്ചാൽ അത്ര നിർബന്ധം പറയൂല. അതിൽ ചില വാക്സിൻ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഏതെല്ലാമാണ് ഗവൺമെന്റിൽ കിട്ടാത്ത വാക്സിൻസ് പ്രൈവറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതിൽ ഏതെല്ലാം വാക്സിൻ നിർബന്ധമായി എടുത്തിരിക്കണം, ഏതെല്ലാം വാക്സിൻ നിങ്ങൾക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ എടുക്കാം പക്ഷെ അത്ര നിർബന്ധമില്ല, അത് ഏതെല്ലാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വാക്സിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, വാക്സിൻ എന്തുകൊണ്ട് ഗവൺമെന്റ് എല്ലാം കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയം എന്തുണ്ടെങ്കിലും താഴെ എഴുതി ചോദിക്കാം. ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക. അതോടൊപ്പം പാരന്റിങ് ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാവാൻ ഇപ്പൊ നമ്മൾ സീരീസ് ഓഫ് വീഡിയോ വരുന്ന 5-6 മാസത്തിനുള്ളിൽ എല്ലാ ടോപ്പിക്കും ഡിവൈഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. കാരണം എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ടോപ്പിക്ക് ഡിവൈഡ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയിടുക. അപ്പം ഇത്രയാണ് വാക്സിനേഷനെ കുറിച്ചുള്ള ഫസ്റ്റ് വീഡിയോ. ഈ സെക്കൻഡ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.